ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീന പുനലൂരിലുള്ള സ്റ്റാൻലി ജോസഫിന്റെ തറവാട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. അലീന തന്റെ പപ്പയുടെ സഹോദരിയായ ഷെറിനെ ചെന്ന് കാണുന്നുണ്ട്. മാനസിക വിഭ്രാന്തിയുള്ള ഷെറിനെ കണ്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൾ തന്നാലാവുന്ന വിധം ഷെറിനെ സമാധാനിപ്പിക്കാനും അവളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഷെറിൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അലീനയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവസാനം അലീന പറയുന്നതെല്ലാം ഷെറിൻ അനുസരിക്കുന്നുണ്ട്. എന്നാൽ അലീനയുടെ വരവ് റോബിച്ചനും ആൻസിക്കും ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. ആൻസി റോബിച്ചനോട് പറയുന്നുണ്ട്, നിങ്ങൾ അനിയന്മാരെല്ലാവരും കൂടി ചേട്ടനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കുന്നത് നല്ലതാ. നിങ്ങളുടെ ചേട്ടന് കണ്ട പെണ്ണുങ്ങളിലൊക്കെ മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചേട്ടൻ തന്നെ സഹിച്ചോണം. നമുക്കെന്താ അതിനകത്ത് കാര്യം? അപ്പോൾ റോബർട്ട് പറയുകയാണ്, പക്ഷേ അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ, അവൾക്ക് ഞങ്ങളുടെ അമ്മച്ചിയുടെ ചായയാ. അപ്പൊ ആൻസി പറയുന്നുണ്ട്, എന്നാര് പറഞ്ഞു? ഞാനും നിങ്ങളുടെ അമ്മച്ചിയെ കണ്ടിട്ടുള്ളതല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതിന് നീ എന്നാടി ഞങ്ങളുടെ അമ്മച്ചിയെ കണ്ടിട്ടുള്ളത്? നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ? അന്ന് അമ്മച്ചിക്ക് വയസ്സ് 55 കഴിഞ്ഞിരുന്നു. അപ്പം ആൻസി പറയുന്നുണ്ട്, എന്നാലും ഷെയ്പ്പൊക്കെ എനിക്ക് തിരിച്ചറിയാം. അമ്മച്ചിയുടെ ഒരു ചായയില്ല ഈ പെണ്ണിന്. അമ്മച്ചി എന്തൊരു സുന്ദരിയായിരുന്നു ആ പ്രായത്തിൽ. ഇവളെ കണ്ട എന്തോ പോലെ ഇരിക്കുന്നു. ഇത് കേട്ട് റോബിച്ചൻ പറയുന്നുണ്ട്, ആൻസി നിന്റെ കണ്ണിന് ഏതാണ്ട് കുഴപ്പമുണ്ട്. നീ നാളെ തന്നെ പോയിട്ട് ഒരു കണ്ണ് ഡോക്ടറെ കാണുന്നത് നല്ലതാ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. അവള് പിന്നെ ഭൂലോക രമ്പയല്ലേ, എടുത്ത് തലയിലോട്ട് വെച്ചങ്ങ് നടന്നു. ഇപ്പം ഞാൻ പറഞ്ഞതായി കുറ്റം. ചേട്ടൻ ചെയ്തതും ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതെല്ലാം പുണ്യപ്രവൃത്തി. ആൻസിയുടെ വർത്തമാനം കേട്ട് റോബർട്ടിന് ദേഷ്യം വരുന്നുണ്ട്. നീ ചുമ്മാ മനുഷ്യനെ വട്ടാക്കല്ലേ. അതും പറഞ്ഞുകൊണ്ട് റോബർട്ട് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അല്പം സമയം കഴിഞ്ഞ് ഔതക്കുട്ടിച്ചായൻ അലീനയും ഊണുമുറിയിലേക്ക് എത്തുമ്പോഴേക്കും ബാക്കി എല്ലാവരുടെയും ഊണ് കഴിഞ്ഞിരുന്നു. റോബർട്ട് എഴുന്നേറ്റ് കൈ കഴുകുകയാണ്. ആൻസി അമ്മയും എഴുന്നേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ റോബിച്ച പതിവില്ലാതെ നേരത്തെ? ആ, ഇന്നെനിക്ക് അല്പം വിശപ്പ് കൂടുതലായിരുന്നു. ഇത് കേട്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 4 പേർക്കും ഒരുപോലെ ആയിരുന്നു വിശപ്പ്? പെട്ടെന്ന് ആൻസി അതിന് മറുപടി ആയിട്ട് വന്നു, അതിനിപ്പോൾ ഇവിടെ എന്താ കുഴപ്പം? ഞങ്ങൾ അല്പം നേരത്തെ ചോറുണ്ടു, അപ്പച്ചനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്നാലും അതാണോടി അതിൻ്റെ മര്യാദ? ഈ പെങ്കൊച്ച് ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നതല്ലേ, അവിടെ കൂടി വിളിച്ചിരുത്തി ചോറ് കൊടുക്കണ്ടേ? ഊണ് കഴിക്കുമ്പോൾ ഒന്ന് ചോദിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. ഇതാണോ നിന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്? നിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നീ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? മറിയക്കുട്ടി അതിനെന്തോ മറുപടി പറയാൻ ഭാവിക്കുമ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ അത് തടഞ്ഞു. നിങ്ങൾ അവിടെ മിണ്ടാതിരുന്നാൽ മതി, ഞാൻ ചോദിച്ചത് ആൻസിയോടാ. പെട്ടെന്ന് ആൻസി നല്ല മൂർച്ചയോടുകൂടി സംസാരം തുടങ്ങി. അതെ, ഞങ്ങളുടെ വീട്ടിലെ ശീലം ചോദിച്ചുകൊണ്ട് മാത്രം പറയുക. അവിടെ വരുന്നവരെല്ലാം ഞങ്ങൾ ഊണുമുറിയിലേക്ക് ക്ഷണിച്ച് വിരുന്നൂട്ടാറില്ല. പിച്ചക്കാർ വന്നാൽ മുറ്റത്ത് നിർത്തി എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കും. പണിക്കാരാണെങ്കിൽ പുറത്തെ വരാന്തയിലിരുത്തി തിന്നാൻ കൊടുക്കും. പട്ടിക്ക് അതിൻ്റെ പാത്രത്തിലും കോഴിക്ക് മുറ്റത്തും ഇട്ടു കൊടുക്കും. അവനവൻ്റെ സ്വന്തക്കാരാണെങ്കിൽ അവരെ നല്ല അന്തസ്സായി സ്വീകരിച്ച് ഊണുമുറിയിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. എൻ്റെ അമ്മ അങ്ങനെയാണ് ശീലിച്ചത്. അത് കണ്ടാ ഞാനും പഠിച്ചത്. ഇതുവരെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഉടനെ ഔതക്കുട്ടിച്ചായൻ്റെ ചോദ്യം വന്നു, അല്ല, ഞങ്ങളെ രണ്ടുപേരും നീ ഏത് വകുപ്പിലാ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? പന്നിയോ പട്ടിയോ കോഴിയോ അതോ പിച്ചക്കാരോ? അപ്പം ആൻസി പറയുന്നുണ്ട്, അപ്പച്ചന് ചോറ് വേണമെങ്കിൽ ഞാൻ വിളമ്പിത്തരാം, ബാക്കി ആരുണ്ടെങ്കിലും എടുത്തു കഴിക്കാം. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ചോറും കറിയും ഒക്കെ വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇത് കേട്ട് ഔതക്കുട്ടിച്ചായന് വല്ലാതെ ദേഷ്യം വരാൻ തുടങ്ങി. ഓ, നിന്റെയും നിന്റെ അമ്മയുടെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ഞാൻ ഹോട്ടലിൽ ചെന്ന് ഇവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തോളാം. ഇത് കേട്ട് ഒട്ടും വിട്ടുകൊടുക്കാതെ ആൻസി പറയുന്നുണ്ട്, കൊണ്ടുപോയിക്കോ, ആർക്ക ഛേദം. ഇവളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് വലിയ കേമമാണെന്നാ അപ്പച്ചൻ്റെ വിചാരം. പുറത്തോട്ടിറങ്ങി 4 പേർക്ക് പരിചയപ്പെടുത്തി കൊടുക്ക്. എൻ്റെ മൂത്ത മകന് കല്യാണത്തിന് മുമ്പ് ജനിച്ച മകളാണെന്ന്. കേൾക്കുന്നവര് മുഖത്ത് വിരൽ വെക്കുമ്പോൾ അറിയും അതിൻ്റെ വിവരം. അല്ലെങ്കിൽ തന്നെ അപ്പച്ചൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ആരോടെങ്കിലും പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ അത്? നിങ്ങൾ അപ്പച്ചനും മൂത്ത മകനും ആരെയും പേടിക്കാത്തതുകൊണ്ട് നെറ്റിപ്പട്ടം പോലെ കെട്ടിക്കൊണ്ട് നടക്കാം. പക്ഷേ ഞങ്ങളൊക്കെ കുറച്ച് അഭിമാനമുള്ളവരാ. ചേട്ടൻ അടിച്ചെങ്കിലും ഒന്ന് പേടിച്ചിട്ടാ അനിയന്മാരൊന്നും ചോദിക്കാതെയും മിണ്ടാതെയും നടക്കുന്നത്. അല്ലാതെ ആർക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല. കുളത്തൂർപ്പുഴയിലായതുകൊണ്ട് അധികം ആരും അറിഞ്ഞില്ലെന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ട് ചെണ്ടയും കൊണ്ട് എഴുന്നള്ളത്ത്. ഇവിടെയുള്ളവർക്ക് നാണം കെട്ട് പുറത്തിറങ്ങണ്ടല്ലോ. ആൻസിയുടെ നാവിൻ്റെ മൂർച്ച ഔതക്കുട്ടിച്ചായൻ അറിയാത്തതല്ല. എങ്കിലും അവൾ ഇത്ര വെട്ടി തുറന്ന് സംസാരിക്കുമെന്ന് അയാൾ കരുതിയതല്ല. പെട്ടെന്ന് ഇടയ്ക്ക് കയറിക്കൊണ്ട് റോബർട്ട് പറയുകയാണ്, അവളുടെ വായിലിരിക്കുന്നത് കേട്ടപ്പോൾ അപ്പച്ചന് തൃപ്തിയായല്ലോ. കടിക്കാത്ത പട്ടിയുടെ വായിൽ കൂലിട്ട് കുത്തി കടി ഏറ്റുവാങ്ങിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പച്ചൻ ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അവിടെ ചോറും കറിയും എല്ലാം വെച്ചിട്ടുണ്ട്, എടുത്തങ്ങ് കഴിച്ചാൽ പോരെ? ഇത് കേട്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, ആരാടാ റോബിച്ച കടിക്കാത്ത പട്ടി? നിന്റെ കെട്ടിയോളോ? അവളിവിടെ കെട്ടിക്കേറി വന്ന അന്ന് മുതൽ ഓടി നടന്ന് കടിച്ചുകൊണ്ടിരിക്കല്ലേ ഇവിടെയുള്ളവരെല്ലാം. പേയില്ലെന്നുള്ളൊരു മെച്ചം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ പേപ്പട്ടി വിഷത്തിന്റെ കുത്തിയപ്പ് ഒഴിഞ്ഞ് നേരം കാണത്തില്ലായിരുന്നു. നിന്റെ കൈക്ക് എല്ലില്ലാത്തത് അവളുടെ ഭാഗ്യം. എന്തായാലും ഇനി ഇവിടുത്തെ ചോറ് ലാലിച്ചന്റെ മോൾക്ക് വേണ്ട. ഔതക്കുട്ടിച്ചായൻ അലീനയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അലീന പക്ഷേ നിന്നിടത്തൊന്നും നനങ്ങിയില്ല. എന്തോ പറയാൻ ഭാവിച്ച ആൻസിയെ റോബർട്ട് കൈ ചൂണ്ടി വിലക്കി. ആൻസി ദേഷ്യം കടിച്ചമർത്തി അടുക്കളയിലോട്ട് പോയി.
ആൻസിക്ക് പിന്നാലെ ആൻസിയുടെ അമ്മയായ മറിയക്കുട്ടി പ്ലേറ്റുകളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോയി. അധികം വൈകാതെ റോബോട്ടും അവിടെ നിന്ന് മാറി. അവസാനം ഔതക്കുട്ടിച്ചായനും അലീനയും ഒറ്റയ്ക്കായി. അപ്പൊ ഔതക്കുട്ടിച്ചായൻ അലീനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നീ വാ മോളെ, ഇനി എന്നാ കാണാനാ ഇവിടെ നിൽക്കുന്നേ? ലാലിച്ചൻ വരുമ്പോൾ ഇത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളും. ഞാൻ ഉടനെ തന്നെ അവനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, വലിയപ്പച്ചൻ ഇങ്ങോട്ട് വന്നേ. അലീന അയാളുടെ കൈക്ക് പിടിച്ചുകൊണ്ടുപോയി ഊണുമേശയ്ക്ക് അടുത്തുള്ള കസേരയിൽ കൊണ്ടുപോയിരുത്തി. എന്നിട്ട് അടുക്കളയിലേക്ക് പോയി. ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു അടുക്കളയാണത്. പക്ഷേ അതിന്റെ അവസ്ഥ കണ്ട് അലീന അമ്പരന്നു പോയി. ഭക്ഷണ സാമഗ്രികളെല്ലാം തോന്നിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ടിരിക്കുകയാണ്. സിങ്കിനുള്ളിൽ ഇന്നലെ മുതൽ ചോറും കറിയും വെച്ച പാത്രങ്ങളും എച്ചിൽ പാത്രങ്ങളും കൂമ്പാരം കൂട്ടിയിട്ടിട്ടുണ്ട്. ആ ഭാഗത്തു നിന്ന് ഒരു വളിച്ച നാട്ടം വമിക്കുന്നുണ്ട്. ഗ്രാനൈറ്റ് ഇട്ട സ്ലാബിൽ അരിഞ്ഞ പച്ചക്കറികളുടെയും എപ്പോഴോ വെച്ച മീനിന്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ടൈൽസ് ഇട്ട തറയാണെങ്കിലും വഴുവഴുപ്പുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. എല്ലായിടത്തും ഈച്ച ഇറക്കുന്നുണ്ട്. അലീന വർക്ക് ഏരിയയിലും സ്റ്റോറിലും കയറി നോക്കി. സ്റ്റോറിന്റെ കോൺക്രീറ്റ് സ്ലാബിൽ അങ്ങിങ്ങായി അഴുകി കിടക്കുന്ന പച്ചക്കറികൾക്ക് ഒരു മാസത്തെങ്കിലും പഴക്കമുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അഴുക്കു പിടിച്ചിട്ട് ഫ്രിഡ്ജിന്റെയും വാഷിംഗ് മെഷീന്റെയും നിറം പോലും തിരിച്ചറിയാൻ വയ്യ. ഗ്യാസ് സ്റ്റൗവിന് മീതെ തിളച്ചു തൂകിയ പാലിന്റെയും കറികളുടെയും എല്ലാം കറകൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നതായി അലീന കണ്ടു. മൈക്രോവേവ് ഓവൻ ഉപയോഗശൂന്യമാണെന്ന് അവൾക്ക് തോന്നി. ഇതിനിടയിൽ സ്ലാബിൽ ഒരു കുക്കറിൽ കുറച്ച് ചോറ് ഇരിക്കുന്നതായി കണ്ടു. ഒരു ചെറിയ ഫ്രൈ പാനിൽ ഒടിഞ്ഞു നുറുങ്ങിയ കുറെ വറുത്ത മീൻ കഷ്ണങ്ങളും പിന്നെ ഒരു തക്കാളിക്കറിയും ബീൻസ് കൊണ്ടുള്ള ഒരു മെഴുക്കു പരട്ടിയും. അലീന തിരികെ ഊണുമുറിയിലേക്ക് ചെന്നു. എന്നിട്ട് അവതക്കുട്ടിച്ചായനോട് പറയുകയാണ്, അറപ്പാവുന്നല്ലോ വലിയപ്പച്ച, ഈ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന്. അല്ല, എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ? അലീന ഊണുമേശയിലെ എച്ചിൽ തുടച്ചു മാറ്റി. എന്നിട്ട് ചോറും കറികളും കൊണ്ട് വിളമ്പി വെച്ചു. അത് കണ്ടുകൊണ്ട് അവതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, ആരെത്ര ചീത്ത പറഞ്ഞാലും നിനക്കൊരു നാണോ ഇല്ലാത്തതാ എനിക്കതിശയം. ഞാനായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അപ്പനമ്മയും ഇല്ലാത്തവളിൽ നിന്ന് നാണക്കേട് 23 വർഷം ഞാൻ സഹിച്ചതല്ലേ. അത്രയും വലിയ നാണക്കേടൊന്നും ഈ ലോകത്ത് വേറെയില്ല. അത് കേട്ടതും ആദക്കുട്ടിച്ചായന്റെ നാവടഞ്ഞുപോയി. പിന്നീട് അയാൾ ഒരു മറുപടിയും പറഞ്ഞില്ല. മഴത്തോരു മുമ്പേ എന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്നത് അതിസങ്കീർണങ്ങളായ മുഹൂർത്തങ്ങളാണ്. അലീനയെ ആട്ടിപ്പായിക്കാൻ ഓടി വരുന്ന സ്റ്റാൻലിയുടെ അനുജന്മാരെയും അവരുടെ കുടുംബക്കാരെയെല്ലാം സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും അലീന കീഴ്പ്പെടുത്തുന്നത് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്